നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. ചാപ്റ്റർ 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 6 ഏതായിരുന്നു? അല്ലെ, 6ാം ചാപ്റ്റർ ഏതായിരുന്നു? സദൃശ ത്രികോണങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? കോണുകളും വശങ്ങളെയും പറ്റിയായിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്, അല്ലെ? അപ്പൊ കോണും വശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് പറഞ്ഞ നമ്മള് അല്ലെ സദൃശ്യമാണെന്ന് കണ്ടെത്തിയിരുന്നു, അല്ലെ? അത് തോത് ഉപയോഗിച്ച് നമ്മൾ സദൃശ്യം കണ്ടെത്തിയത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വശങ്ങളും കോണുകളാണ്. അപ്പൊ ആദ്യം നമ്മൾ കോണുകളും വശങ്ങളും ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വശങ്ങളും കോണുകളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒന്ന് കഴിഞ്ഞ സെക്ഷനിൽ ഒന്ന് പഠിച്ചത് ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു ത്രികോണം ഉണ്ട്, എ ബി സി എന്ന ത്രികോണം ഉണ്ട്, അതേപോലെ പി ക്യു ആർ എന്ന ത്രികോണമുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണെന്ന് തെളിയിക്കാൻ പോകുക. അപ്പൊ ആ രണ്ട് ത്രികോണങ്ങളെ നമ്മൾ പരിഗണിച്ചു. ഇവിടെ ആരൊക്കെ തമ്മിൽ തുല്യമാകുന്നുണ്ട്? കോണുകൾ നോക്കി. ആരൊക്കെയാണ്? കോൺ എ എന്ന് പറഞ്ഞാൽ 40 ആണ്. പിന്നെ 40 പറയുന്നത് ആരാണ്? 6ഉമായിട്ടാണ്. അപ്പൊ ആരൊക്കെ തമ്മിൽ തുല്യായി? കോൺ എയും കോൺ 6ഉമായിട്ട് എന്തായി? തുല്യായി. ഇനി കോൺ ബി 60 ആണ്. ഈ 60 ആരുമായിട്ട് വരുന്നത്? പി യുമായിട്ടാണ് വരുന്നത്. അപ്പൊ കോൺ ബിയും കോൺ പിയും തമ്മിൽ എന്തായി? തുല്യായി. ഇനി 80 കോൺ സി ആണ്. ആ 80 ഡിഗ്രി വരുന്നത് ആരാണ്? ക്യൂമായിട്ടാണ്. അപ്പൊ എന്ത് പറയാം? കോൺ സിയും കോൺ ക്യൂവും തമ്മിൽ എന്താണ്? തുല്യാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും എന്തെന്ന് പറയാൻ പറ്റും? നമുക്ക് സദൃശ്യമാണെന്ന് പറയാൻ പറ്റും. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു പോയിരുന്നുള്ളൂ. അപ്പൊ സദൃശ്യമാണെങ്കിൽ നമുക്ക് ഇതിനെ അംശബന്ധമാക്കി നമുക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാൻ പറ്റും? അല്ലെ, ഇതിന് കോൺ എക്ക് എതിരെ വരുന്ന വശം ബി സി ആണ്. ബി സി അംശബന്ധം ആരുമായിട്ട്? കോൺ എക്ക് തുല്യമായ വശം ആരാണ്? അല്ലെ, ബി സി ആണ്. അതേപോലെ ഇവിടെ വരുന്ന കോൺ ആരാ? ആറാണ്. ആറിന് തുല്യമായിട്ട് എതിരെ വരുന്ന വശം ആരാണ്? പി ക്യൂമായിട്ടാണ് അംശബന്ധം. അപ്പൊ ബി സി അംശബന്ധം പി ക്യൂ സമം. ഇനി കോൺ ബി എടുത്തു. ഇതിനെതിരെ വരുന്ന വശം എന്ന് പറഞ്ഞാൽ എ സി ആണ്. എ സി അംശബന്ധം കോൺ പി ആണ്. കോൺ പിക്ക് എതിരെ വരുന്ന വശം ക്യൂ ആറുമായിട്ടാണ് വരുന്നത്. സമം. ഇനി കോൺ സിക്ക് എതിരെ വരുന്ന വശം എ ബി ആണ്. അംശബന്ധം കോൺ ക്യൂ, അല്ലെ, അതിനെതിരെ വരുന്ന വശം ആരാ? പി ആർ ആണ് വരുന്നത്. നമുക്ക് ഇനി അംശബന്ധം മാറ്റി സാധാരണ രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? ബി സി ബൈ പി ക്യൂ സമം എ സി ബൈ ക്യൂ ആർ സമം എ ബി ബൈ പി ആർ എന്ന് പറയാൻ പറ്റി. കിട്ടിയല്ലോ. ഇനി നമ്മളെ ബുക്കിലേക്ക് അല്ല വശങ്ങളും കോണുകളും എന്നിലേക്ക് ഇനി പോവാൻ പോവാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ ഒന്ന് നോക്കി. ഇവിടെ ത്രികോണത്തിനെ നോക്കുമ്പോൾ 10 സെന്റിമീറ്റർ ആണ്, ഇവിടെ 8 സെന്റിമീറ്റർ ആണ്, 4 ആണ്. ഇവിടെ ചെറിയൊരു ത്രികോണം ഉണ്ട്, 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും 2 സെന്റിമീറ്ററും ആണ് ഉള്ളത്. അപ്പൊ ഈ രണ്ട് ത്രികോണത്തിന് കോണുകൾ തമ്മിൽ തുല്യമാണോ എന്ന് നോക്കാൻ പോകും. അഥവാ ഇവിടെ 5 ഇവിടെ 10 ആയിട്ടുണ്ട്, അല്ലെ? ഇവിടെ 4 8 ആയിട്ടുണ്ട്, ഇവിടെ 2 അത് 4 ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ തോത് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇത് അല്ലെ 5 അത് 10 ആയി, അതേപോലെ 2 4. അപ്പൊ ഈ കോണും തമ്മിൽ തുല്യമാണെന്ന് നോക്കാൻ പോവാണ്. അതേപോലെ ഈ കോണും തുല്യമാണെന്ന് നോക്കാൻ പോവാണ്. ഈ കോണും എന്താണ്? തുല്യമാണെന്ന് നോക്കാൻ പോവാണ്. അപ്പൊ തോതുകൾ ഉണ്ടെങ്കിൽ അവിടെ കോണുകൾ എന്താണ്? തുല്യമാണെന്ന് തെളിയിക്കാൻ നമുക്ക് വെച്ച് നോക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം? ഞാൻ എന്ത് ചെയ്യാണ്? ഈ ത്രികോണത്തെ എന്ത് ചെയ്യാണ്? ഇതിനകത്തോട്ട് കൊണ്ടുവെക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഇങ്ങോട്ട് ഇല്ല ഈ മുക്കിലേക്ക് കൊണ്ടുവച്ചു. അപ്പൊ എന്ത് ചെയ്ത്? കൃത്യമായി വെച്ചപ്പോ എന്ത് കിട്ടി? ഇവിടെ ആദ്യം 10 ആയിരുന്നു, പിന്നെ 5 ആണ്. ഇവിടെ 4 2 ആയി, 8 4 ആയി. അപ്പൊ ഇവിടെ എന്താണ്? അല്ലെ 4 2 അല്ല, അല്ലെങ്കിൽ 10 5 4 പകുതി. അപ്പൊ കോണൊക്കെ തുല്യാണ്. ഇനി അതേപോലെ ഈ മൂല ഇതിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. ഞാൻ ഇങ്ങനെ വെച്ച് നോക്കി. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ 4 2 5 2. അപ്പൊ കോണുകളെല്ലാം തുല്യാണ്. അതേപോലെ ഞാൻ ഇങ്ങോട്ട് വെച്ച് നോക്കി. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? വീണ്ടും എന്താണ്? കോണുകളെല്ലാം തുല്യാണ്, അല്ലെ? ഈ രണ്ട് ത്രികോണത്തിന്റെ കോണുകൾ തുല്യാണ്. വശങ്ങൾ എന്താണ്? തോതായിട്ടാണ് പോകുന്നത്, അല്ലെ? 5 ഇവിടെ 10 ആയി മാറി എന്നുള്ളൂ, അല്ലെ? ഇങ്ങോട്ട് വെക്കുമ്പോ അല്ലെ 5 10 ആയി, 2 ഇവിടെ 4 ആയി എന്നുള്ളൂ, 4 8 ആയി എന്നുള്ളൂ. അപ്പൊ നമുക്കൊന്ന് റിസൾട്ട് പറഞ്ഞൂടെ? രണ്ട് ത്രികോണത്തിന്റെയും അല്ലെ കോണുകളെല്ലാം തുല്യമാണ്.
അപ്പൊ അത് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആ വശങ്ങളെല്ലാം എന്താണ് ഒരു തോതിലായതുകൊണ്ട്, ഒരേ തോതിലായതുകൊണ്ടാണ് ഈ രണ്ട് ത്രികോണത്തിന്റെ കോണുകൾ എന്താണ് തുല്യമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റിസൾട്ട് പറയാലോ. നമുക്ക് എന്ത് റിസൾട്ട് പറയാം, രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങളുടെ എല്ലാം നീളം മാറ്റം ഒരേ തോതിലാണെങ്കിൽ അവക്ക് ഒരേ കോണുകളാണെന്ന് പറയാൻ പറ്റും അല്ലെ. മാറ്റങ്ങൾ ഒരേ തോതിലാണ്, ഇവിടെ ആ തോത് എത്രയാണ്, രണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോണുകൾ എന്തായിരിക്കും, തുല്യമായിരിക്കും എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 112. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. എന്താണ്? ചുവടെ വരച്ചിരിക്കുന്ന ത്രികോണത്തിന്റെ അതേ കോണുകളും വശങ്ങളുടെ നീളം 1/4 മടങ്ങായി ത്രികോണം വരക്കുക. ഈ ത്രികോണം നമ്മൾ വരക്കാൻ പറഞ്ഞിട്ടാണ്. അത് ഓരോ വശവും എത്ര മടങ്ങാകണം, 1/4. ഈ 1/4 നമുക്കൊന്ന് മാറ്റി പിടിച്ചൂടെ അല്ലെ. 1/4 മിശ്രിത ഭിന്നസംഖ്യയാണ്. അപ്പൊ അതിന് മിശ്രിത സാധാരണ ഭിന്നസംഖ്യയിലേക്ക് എത്താൻ സെന്ററിൽ എന്ത് കൊടുത്താൽ മതി, പ്ലസ് കൊടുത്താൽ. അപ്പൊ 1 കൂട്ടണം 1/4. ഇതിനെ ക്രോസ് ആയി ഗുണിച്ചു. അപ്പൊ 4 × 1 4 കൂട്ടണം ഈ 1 ഹരിക്കണം 4. അപ്പൊ 4 കൂട്ടണം 1 എത്ര, 5. 5/4 ആണ് ആര് വരുന്നത്, ഇതിന്റെ 1/4 ഒരു ഭിന്നസംഖ്യയായി വന്നു. അപ്പൊ ഈ 4-നെ 5/4 കൊണ്ട് ഗുണിക്കുക, അപ്പൊ ഒരു പുതിയ വശം കിട്ടും. 6-നെ 5/4 കൊണ്ട് ഗുണിക്കുക, അതൊരു പുതിയൊരു വശം കിട്ടും. 8-നെ 5/4 കൊണ്ട് ഗുണിച്ച ഒരു പുതിയ വശമായി കിട്ടും. ആ വശങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ത്രികോണം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് 4-നെയാണ്. 4 ഗുണിക്കണം 1/4. നമുക്കറിയാം 1/4 എങ്ങനെ മാറ്റിയിരിക്കുന്നത്, 5/4 ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പൊ 4 × 5 20 ആണ് അല്ലെ. അപ്പൊ 20/4, അല്ലെങ്കിൽ ഈ 4 വെട്ടിയാലും മതി. 20/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5. അപ്പൊ 4 മാറി ഇപ്പൊ എത്ര കിട്ടി നമുക്ക് അവിടെ, 5 സെന്റിമീറ്റർ ആയി മാറി. ഇനി അടുത്ത വശം ഞാൻ 8 എടുത്തു. 8 ഗുണിക്കണം 1/4 ആക്കി. ഈ 1/4 നമുക്ക് എങ്ങനെ എഴുതാം, 5/4 അല്ലെ. 4-നെ ഇങ്ങനെ 8-നെ 4 കൊണ്ട് ഹരിക്കാം. അപ്പൊ എത്ര കിട്ടും, 2 കിട്ടും. 2 × 5 ആണ് 10 തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഗുണിക്കാം. 8 × 5 എത്രയായി, 40 അല്ലെ, ഹരിക്കണം 4. അപ്പൊ എത്ര കിട്ടി, 40-നെ 4 കൊണ്ട് ഹരിച്ചാൽ 10. അപ്പൊ 8 മാറി ആരായി മാറി, 10 ആയി മാറി. ഇനി അടുത്തത് ആരാണ് വരുന്നത് അല്ലെ, 6 ആണ്. 6-നെ എടുത്തു. 6 ഗുണിക്കണം 1/4. 6 ഗുണിക്കണം 5/4 അല്ലെ. 6-നെ 5 കൊണ്ട് ഗുണിച്ചു, എത്ര കിട്ടി, 30. 30/4. അപ്പൊ 30/4 പോയിന്റിലേ വരുള്ളൂ അല്ലെ, കൃത്യമായിട്ട് പോകില്ല. അപ്പൊ 30/4 4. അപ്പൊ 7 × 4 28 ആണ്. കുറച്ച 2 0 എടുത്താൽ പോയിന്റ് കിട്ടും. 5 × 4 എന്ന് പറഞ്ഞാൽ 20. അപ്പൊ എത്ര കിട്ടി, 7.5 സെന്റിമീറ്റർ ആണ് വന്നത്. അപ്പൊ 6 സെന്റിമീറ്റർ എന്ന വര അല്ലെ എന്തായി മാറിപ്പോ, 7.5 സെന്റിമീറ്ററിലേക്ക് വന്നു. അപ്പൊ എന്ത് വരച്ചാൽ മതി ഇപ്പൊ നമുക്ക് അല്ലെ, ആ തന്ന ത്രികോണത്തെ അല്ലെ, ഇങ്ങനെ ത്രികോണം ഉണ്ട് അല്ലെ, അതിനെവിടെ എന്തായി, 6 മാറി 7.5 ആയി. 8 മാറി എത്രയായി, 10 ആയി അല്ലെ. ഇവിടെ സെന്റിമീറ്റർ ഇട്ടു, ഇവിടെ സെന്റിമീറ്റർ ഇട്ടു. ഇനി 4 മാറി 5 ആക്കി, 5 ആക്കി അല്ലെ. അപ്പൊ വരച്ചു കഴിഞ്ഞ് നമുക്ക് എങ്ങനെ വരുന്ന വെച്ചാൽ ഇങ്ങനെയാണ് കൃത്യമായിട്ട് വരിക. അപ്പൊ അത് കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, 10 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക. അതിനെന്ത് കൊടുക്കുക, AB എന്ന് പേര് കൊടുക്കുക. അവിടെ 10 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി എന്ത് ചെയ്യാ, കോമ്പസിൽ എന്ത് ചെയ്യാ, ഒരു 7.5 സെന്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്യാ, ബിയിൽ നിന്ന് ഒരു ചാപം വരക്കുക മുകളിലോട്ട്. എന്നിട്ട് 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് എയിൽ നിന്ന് ഒരു ചാപം വരക്കുക. അപ്പൊ നേരത്തെ വരച്ച ചാപങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടാവും. ആ ബിന്ദുവിന് എന്ത് കൊടുക്കുക, സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക അല്ലെ, എയിൽ നിന്ന് സിയിലേക്ക് ഒരു വര വരക്കുക. അവിടെ എത്ര സെന്റിമീറ്റർ ആണ്, 5 സെന്റിമീറ്റർ.
ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു വര യോജിപ്പിക്കുക. അവിടെ എത്ര സെന്റിമീറ്റർ ആണ്? 7.5 സെന്റിമീറ്റർ ആണ് ഉള്ളത്. നമ്മളിപ്പോ വരച്ചെന്താണ്? തന്ന ത്രികോണത്തിന്റെ അല്ലെ 4, 8, 6 എന്ന ത്രികോണത്തിന്റെ അല്ലെ 1/4 മടങ്ങായ വേറൊരു ത്രികോണം വരച്ചു. 4ന്റെ 1/4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അതേപോലെ 8ന്റെ 1/4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. അതേപോലെ 6ന്റെ 1/4 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 7.5. അങ്ങനെയാണ് നമുക്ക് ത്രികോണം ABCയുടെ അളവുകൾ കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഒരു ചതുർഭുജത്തിന്റെ ചിത്രം ചുവടെ ഉണ്ട് അല്ലെ, ചതുർഭുജം വരച്ചിട്ടുണ്ട്. ഇതേ കോണും വശങ്ങളുടെ നീളം എല്ലാം 1/2 മടങ്ങ് ചതുർഭുജം വരക്കുക. അല്ലെ, നമ്മൾ ത്രികോണം വരച്ചിരുന്നു. അതേപോലെ എന്ത് ചെയ്യാ? ചതുർഭുജത്തിന്റെ ഓരോ വശങ്ങളും 1/2 മടങ്ങായിട്ട് വരക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കോണുകൾ വ്യത്യസ്തവും വശങ്ങളെല്ലാം നീളം ഇതിലെ വശങ്ങളുടെ 1/2 ചതുർഭുജം വരക്കുക. അപ്പൊ കോണുകളെല്ലാം വ്യത്യസ്തമായിരിക്കണം. പക്ഷെ എന്താകാൻ പാടില്ല? വശങ്ങൾ എന്താകാൻ പാടില്ല? മാറാൻ പാടില്ല. അപ്പൊ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വശങ്ങളുടെ നീളം 1/2. അപ്പൊ നമ്മൾ നേരത്തെ 1/2 അല്ലെ 1/4 മാറ്റിയിരുന്നു. മിശ്രിത ഭിന്നസംഖ്യ സാധാരണ ഭിന്നസംഖ്യയിലേക്ക് മാറ്റിയിരുന്നു. അതേപോലെ മാറ്റി. അപ്പൊ 1 കൂട്ടണം 1/2 എന്ന് പറഞ്ഞ എത്ര? ക്രോസ് ആയി 2 × 1 2 കൂട്ടണം. ഈ 1 ഇവിടെ ഇട്ടു /2. അപ്പൊ 2 കൂടി 1 കൂട്ടിയ 3 3/2. ഇനി ഇതിന്റെ ഓരോ വശത്തെയും 3/2 കൊണ്ട് എന്ത് ചെയ്യാം? ഗുണിക്കുക. അതുപോലെ ഇതിന്റെ വികരണത്തെയും ഗുണിക്കുക. അപ്പൊ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്നത് 6 ആണ്. 6 ഗുണിക്കണം 1 1/2. ഈ 1 1/2 നമുക്ക് ഇങ്ങനെ 3/2. 6 × 3 18 ഹരിക്കണം 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. ഇനി അടുത്തതിന് 5 എടുത്തു അല്ലെ, വികരണം. 5 × 1 1/2. 5 ഗുണിക്കണം 3/2. 5 × 3 15/2. ഈ 15ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര നമുക്കറിയാം? 7.5. ഇനി അടുത്ത 3 അല്ലെ വശം 1 1/2 ഗുണിക്കുകയാണ്. അപ്പൊ 3 × 3/2. 3 × 3 9/2. 9/2 9ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4.5. ഇനി അടുത്തത് 2 എടുത്തു. 2 ഗുണിക്കണം 1 1/2. അപ്പൊ 2 × 3/2. 2 × 3 6/2 എന്ന് പറഞ്ഞാൽ 3. ഇനി അടുത്ത 4 എടുത്തു. 4 × 1 1/2. അപ്പൊ 4 ഗുണിക്കണം 3/2. 4 × 3 എന്ന് പറഞ്ഞാൽ 12. 12/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ 6 സെന്റിമീറ്റർ എന്ന വരയെ ആരാക്കി കൊടുക്കുക? 9 ആക്കുക. 5നെ എന്താക്കി മാറ്റി കൊടുക്കുക? 7.5. ഇനി 3 സെന്റിമീറ്റർ എന്താക്കി കൊടുക്കുക? 4.5. 2 സെന്റിമീറ്റർ എന്താക്കി കൊടുക്കുക? 3 ആക്കുക. 4 സെന്റിമീറ്റർ എന്താക്കുക? 6 സെന്റിമീറ്റർ ആക്കി വരക്കുക. അപ്പൊ ഒന്ന് റഫായിട്ട് നമുക്ക് വരച്ചിട്ട് നോക്കാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യാൻ പറഞ്ഞു ഞാന്? അല്ലെ 9 സെന്റിമീറ്റർ വര അല്ലെ ആക്കി. പിന്നെ എന്താക്കിയാൽ മതി? 7.5 വരച്ചു. പിന്നെ എന്ത് മതി? 4.5. പിന്നെ എന്ത് ചെയ്താൽ ഒരു 3 സെന്റിമീറ്റർ എങ്കിലും നീട്ടി വരച്ചാൽ പിന്നെ ഒരു 6 സെന്റിമീറ്റർ എങ്കിലും നമുക്ക് എന്ത് ചെയ്ത് ആ ചതുർഭുജം നമുക്ക് എന്ത് ചെയ്യാം? വരക്കാൻ പറ്റും. അപ്പൊ കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണ് വരിക. അപ്പൊ ഇത് എങ്ങനെ വരക്കാം നമുക്ക് ഒന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം? ഒരു 9 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക. അതിന് A എന്നും B എന്നും പേര് കൊടുക്കുക. ഇനി എന്ത് ചെയ്യാ? കോമ്പസിൽ എന്ത് ചെയ്യാ? ഒരു 4.5 സെന്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്യാ? ബിയിൽ നിന്നൊരു ചാപം വരക്കുക. അടുത്തെന്ത് ചെയ്യാ? 7.5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് എയിൽ നിന്നൊരു ചാപം വരക്കുക. ഈ 2 ചാപങ്ങളും കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് പേര് കൊടുക്കുക? സി എന്ന പേരും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? അല്ലെ എയിൽ നിന്ന് സിയിലേക്ക് ഒരു വര യോജിപ്പിക്കുക. അത് എത്ര സെന്റിമീറ്റർ ആണ്? 7.5 സെന്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തുക. അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു വര വരക്കുക. അത് എത്ര സെന്റിമീറ്റർ ആണ്? 4.5 സെന്റിമീറ്റർ ആണ് ഉള്ളത്.
ഇനി കോമ്പസിൽ ഒരു 3 സെന്റിമീറ്റർ എടുത്ത് സിയിൽ നിന്ന് ഒരു ചാപം വരക്കുക. അതേപോലെ 6 സെന്റിമീറ്റർ എടുത്ത് കോമ്പസ് എടുത്ത് എന്ത് ചെയ്യുക, എയിൽ നിന്നൊരു ചാപം വരക്കുക. ആ രണ്ട് ചാപങ്ങൾ കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് പേര് കൊടുക്കുക, ഡി എന്ന് പേര് കൊടുക്കുക. ഇനി അടുത്ത് എന്ത് ചെയ്യുക അല്ലെ, എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു വര യോജിപ്പിക്കുക, അവിടെ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതേപോലെ സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു വര യോജിപ്പിക്കുക, അത് എത്ര സെന്റിമീറ്റർ ആണ്, 3 സെന്റിമീറ്റർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്തായിരുന്നു, ഒരു ചതുർഭുജം എന്ന് പറഞ്ഞാൽ 6, 3, 2, 4 ആയിരുന്നു. പിന്നെ അതിന്റെ വികരണം എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു. അപ്പോ ഇതിന്റെ എത്ര മടങ്ങായിരുന്നു പറഞ്ഞത്, 1/2 മടങ്ങായിട്ടാണ് വരക്കാൻ പറഞ്ഞത്. 6ന്റെ 1/2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9 ആണ്. അതേപോലെ 3ന്റെ 1/2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4.5 ആണ്. ഇനി 2ന്റെ 1/2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 ആണ്. ഇനി നമുക്ക് അടുത്തത് 5ന്റെ 1/2 എന്ന് മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 7.5 ആണ്. ഇനി 4ന്റെ 1/2 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ആണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് വരച്ചത്, ഈ ചതുർഭുജം വരച്ചത്. അടുത്ത നമ്മൾ ഇതിന് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്താന്ന് നോക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കോണുകളെല്ലാം വ്യത്യസ്തമാണ്, പക്ഷേ വശങ്ങളുടെ നീളങ്ങൾ എന്തായിരിക്കണം, തുല്യമാവുകയും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ 6 മാറ്റി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, എത്രയാണ്, 9 ആണ്. 3 മാറി എത്ര ആക്കിയിട്ടുണ്ട്, നമ്മള് 4.5 ആക്കിയിട്ടുണ്ട്. 2 മാറിയിട്ട് എന്താക്കിക്കണ്, 3 ആക്കിയിട്ടുണ്ട്. 4 മാറി എത്ര ആയിട്ടുണ്ട്, 6 ആയിട്ടുണ്ട്. ഇനി 5 മാറ്റിയിട്ട് എന്താക്കിയിട്ടുണ്ട്, 7.5. ഇവിടെ ചോദ്യം കോണുകളെല്ലാം വ്യത്യസ്തവും വശങ്ങളുടെ നീളം ഇതന്നെ ആയിരിക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ നീളങ്ങളെല്ലാം തുല്യമാണ്. ഇതിൽ വശമല്ലാത്ത ഒറ്റ ഒരു സൈഡേ ഉള്ളൂ, ഈ വര മാത്രമാണ് ഈ ചതുർഭുജത്തിന്റെ വശമല്ലാത്ത വരുന്നത്. ഇതെന്താണ്, വികരണം. അപ്പൊ ഈ വികരണത്തിന് നീളം ഒന്ന് മാറ്റം വരുത്തിയാൽ മതി, അപ്പൊ കോണുകളെല്ലാം എന്തായി മാറും, മാറ്റം വരും അല്ലെ. നമ്മൾ ആദ്യം വരച്ച ത്രികോണം ഈ ചതുർഭുജം ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇതെന്താക്കിയാൽ മതി, ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. ഞാൻ 7.5 മാറിയിട്ട് എന്താക്കിയാൽ മതി, 7 സെന്റിമീറ്റർ ഒരു ചതുർഭുജം വരച്ചാൽ മതി. ഇത് ആ വികരണം 7 ആക്കി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന എല്ലാ കോണുകളും എന്തായിരിക്കും, വ്യത്യസ്തമായി മാറും. അപ്പൊ അതെങ്ങനെ വരക്കാം നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, 9 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക. അതിന് എ എന്നും ബി എന്നും പേര് കൊടുക്കുക. എന്ത് ചെയ്യാ, ബിയിൽ നിന്നൊരു 4.5 എടുത്ത് ഒരു ചാപം വരക്കാം കോമ്പസിൽ. ഇനി അടുത്തെന്താണ്, 7 സെന്റിമീറ്റർ എടുത്ത് എന്ത് ചെയ്യാ, ഒരു ചാപം വരക്കാം എയിൽ നിന്ന്. ഈ രണ്ട് ചാപകൾ കൂട്ടിമുട്ടിയപ്പോൾ എന്തിനു എന്ത് കൊടുക്കുക, സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, എയിൽ നിന്ന് സിയിലേക്ക് ഒരു വര വരക്കുക. എന്നിട്ട് അവിടെ എത്ര അടയാളപ്പെടുത്തുക, 7 സെന്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തുക. അതേപോലെ ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു വര വരക്കുക, അത് എത്ര സെന്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തുക, 4.5 സെന്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തുക. ഇനി 3 സെന്റിമീറ്റർ എടുത്ത് സിയിൽ നിന്ന് ഒരു ചാപം വരക്കുക. അടുത്തെന്താണ്, 6 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് എയിൽ നിന്ന് ഒരു ചാപം വരക്കുക. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് കൊടുക്കുക, ഡി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എയിൽ നിന്ന് ഡിയിലേക്ക് ഒരു വര വരക്കുക. അവിടെ എത്ര സെന്റിമീറ്റർ അടയാളപ്പെടുത്തി, 6. അതേപോലെ സിയിൽ നിന്ന് ഡിയിലേക്ക് ഒരു വര വരക്കുക, അത് എത്ര സെന്റിമീറ്റർ ആണ്, 3 സെന്റിമീറ്റർ എന്ന് വരക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്തായിരുന്നു, കോണുകളെല്ലാം വ്യത്യാസമാവുകയും വശങ്ങളുടെ നീളം ഇതന്നെ ആയിരിക്കണം അല്ലെ. നമ്മളെ 1/2 അല്ലെ തോത് അല്ലെങ്കിൽ മടങ്ങ് എന്ന് പറഞ്ഞാൽ തന്നെ ആയിരിക്കണം. അതിൽ ആകെ മാറ്റാൻ പറ്റുന്ന ആരേ ഉള്ളൂ, വികരണത്തിന്റെ നീളം മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. ആദ്യം എത്രയായിരുന്നു ഞാൻ വരച്ചിരുന്ന വികരണം, 7.5 ആയിരുന്നു. ഇവിടെ എത്ര ആക്കി, ഞാൻ 7 ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എന്തില്ല, വശങ്ങളൊന്നും മാറിയിട്ടില്ല, പക്ഷെ കോണുകളെല്ലാം എന്തായി, മാറിയിട്ടുണ്ട്. കാരണം എന്താ, ഇതിന് നീളം ഒന്ന് കുറഞ്ഞത് കൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന കോണും ഇവിടെ ഉണ്ടാവുന്ന കോണും ഇവിടെ ഉണ്ടാവുന്ന കോണും ഇവിടെ ഉണ്ടാവുന്ന കോണും ഒക്കെ എന്തായിരിക്കും, വ്യത്യസ്തമായി വരും. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് 6 ചതുരശ്ര സെന്റിമീറ്റർ. ഈ ത്രികോണത്തിന്റെ ഓരോ വശത്തിന്റെയും 4 മടങ്ങ് വശങ്ങളായിട്ടുള്ള ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്, ഓരോ വശവും പകുതി ആയാലും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ എന്താണ്,
അല്ലെ? ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം 4 മടങ്ങ് ആക്കിയാൽ പുതിയ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി എത്രയാണ് ഇവിടെ 6 പരപ്പളവ്. അതിനെ ആര് കൊണ്ട് ഗുണിച്ചാൽ മതി? 4ന്റെ വർഗം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 4ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. അപ്പൊ 6 × 16 എന്ന് പറഞ്ഞാൽ 96. അപ്പൊ 96 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വരുന്നത്? ഈ ത്രികോണത്തിന്റെ പരപ്പളവായി വരുന്നത്. ഇതിന്റെ പകുതി ആയാലോ എന്ന് ചോദിച്ചത്, അഥവാ 1/2 ആയാലോ എന്ന് ചോദിച്ചത്. അപ്പൊ നമുക്കറിയാം ഓൾറെഡി നമ്മുടെ 6 ഉണ്ട്, ഗുണിക്കണം. പകുതി എന്ന് പറഞ്ഞാൽ 1/2, അതിന്റെ വർഗം. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ 1ന്റെ വർഗം 1, 2ന്റെ വർഗം 4 സമം 6/4. ഈ 6/4 ഹരിച്ചു നോക്കുക 1, അല്ലെ? എത്ര പോവും? 20. അപ്പൊ 0.5 അല്ലെ? അപ്പൊ എത്ര കിട്ടി നമുക്ക്? 1.5 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ പരപ്പളവ്. വശങ്ങളുടെ നീളം പകുതിയായാൽ പുതിയ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1/5 ആയി മാറും. 1.5 സെന്റിമീറ്റർ ആയി മാറും. നേരത്തെ വശങ്ങളുടെ നീളം 4 മടങ്ങ് എന്ന് പറഞ്ഞു. അപ്പൊ 4ന്റെ വർഗം. പകുതി എന്ന് പറയുമ്പോ 1/2. 4 മടങ്ങ് 4. പിന്നെ അതിന്റെ വർഗം ചെയ്യണം. പരപ്പളവാകുമ്പോ അതിന്റെ വർഗം കാണണം. അപ്പൊ 4ന്റെ വർഗം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്തായി? കംപ്ലീറ്റ് ആയി.